അതിൻ്റെ സമ്പാദനം, അതിൻ്റെ വിനിയോഗം ഒക്കെയാണ് നമ്മുടെ വിഷയം. വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വിഷയത്തിൻ്റെ വിവിധ തലങ്ങൾ സ്പർശിക്കും ഇൻഷാ അല്ലാഹ്. ഈ ഒരു സംസാരത്തിൽ ആ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ സമ്പത്ത് വസീലത്തു ഖിയാം ലിൽ ഹയാത്താണ്. മനുഷ്യജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ഒരു സംഗതിയാണ് സമ്പത്ത്. അതോടൊപ്പം തന്നെ വസീലത്തു തബാദുൽ, ഇത് വിനിമയത്തിനുള്ള ഒരു മാർഗം കൂടിയാണ് സമ്പത്ത്. അപ്പം നമുക്ക് ഈ ജീവിതത്തിൽ നിലനിൽപ്പാൻ ആരെയും ആശ്രയിക്കാതെ സ്വന്തമായി ഒരവസ്ഥ ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിൽ സമ്പത്തിനെ ഏത് രൂപത്തിൽ നമുക്ക് അതിൻ്റെ കാഴ്ചപ്പാട് എന്താവണം, അതിൻ്റെ ശ്രദ്ധ എന്താവണം, ഒന്ന് രണ്ട് പോയിന്റുകൾ മാത്രം പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഇസ്ലാമിൻ്റെ ഭാഷയിൽ സമ്പത്ത് അത് എത്ര കുറച്ചായാലും എത്ര കൂടുതലായാലും അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അമാനത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമ്പാദനവും അതിൻ്റെ വിനിയോഗവും വളരെ പെർഫെക്റ്റ് ആകണം, അനുവദനീയമായ രൂപത്തിലാകണം. സമ്പാദനത്തിന് വിവിധ തലങ്ങളുണ്ട്. അതിൽ അമലുണ്ട്, തിജാറത്തുണ്ട്, ഇർത്തുണ്ട്, ജോലി അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗം, ബിസിനസ്സുകൾ, അനന്തരമായി നമുക്ക് ലഭിക്കുന്ന എല്ലാതും അനുവദനീയമായ രൂപത്തിലാവണം എന്നത് വളരെ അണ്ടർലൈൻഡാണ്. ഇന്ന് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള പോലെ പരിചയപ്പെട്ട പോലെയുള്ള ബിസിനസ്സുകൾ മാത്രമല്ല ഉള്ളത്. ഇന്ന് പല ഓൺലൈൻ ബിസിനസ്സുകളും ഉണ്ട്. ഷെയർ മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളിൽ പണമിറക്കുന്നവരുണ്ട്. ഈ രൂപത്തിൽ വിവിധ തലങ്ങളിൽ സമ്പാദനത്തിന് വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ, വിനിയോഗിക്കുമ്പോൾ മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഏത് രൂപത്തിലായാലും അതിൻ്റെ മാർഗവും അതും ഹലാലായതായിരിക്കണം എന്നത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അനനുവദനീയമായ മാർഗത്തിലൂടെ പലിശ പോലെയുള്ള സംഗതികളിലൂടെ ഇടപെടാനും അതുവഴി ലഭിക്കുന്ന സമ്പത്തുക്കൾ പാടെ ഒഴിവാക്കാനുമാണ് വിശുദ്ധ ഖുർആനും ഇസ്ലാമും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സമ്പത്ത് എത്രയായാലും അത് ഉള്ളവൻ അതിൻ്റെ വിനിയോഗത്തിൽ ഒരു വസത്തിയത്ത് കാത്തു സൂക്ഷിക്കണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതൊരു മധ്യമ നിലപാട്, അങ്ങേയറ്റം പിശുക്കാനും വല്ലാതെ വാരിക്കോരി ദൂർത്ത് അമിതവ്യം ചെയ്യാനും ഇസ്ലാം വിശ്വാസികളെ അനുവദിക്കുന്നില്ല. മുസ്രിഫീങ്ങളെയും മുബദിരീങ്ങളെയും ഇസ്ലാം വിശുദ്ധ ഖുർആൻ ഒരുപോലെ ആക്ഷേപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രാഫ് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിലായാലും പാനീയങ്ങളിലായാലും മറ്റു ജീവിത വിഭവങ്ങൾ ശേഖരിക്കുന്നതിനായാലും ഒക്കെ എല്ലാറ്റിലും നമ്മുടെ ഇസ്രാഫ് ഒഴിവാക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ഒരാൾ ഈ ഒരു നീയത്തിൽ അമൽ ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, പ്രവൃത്തി ചെയ്യുമ്പോൾ തൻ്റെ പ്രവൃത്തിയിൽ വളരെ എക്സ്പെർട്ടാവുകയും വളരെ കാര്യഗൗരവത്തോടുകൂടി വളരെ ഇത്ഖാനോടുകൂടി അവൻ ജോലി ചെയ്യേണ്ടതുണ്ട്. പരമാവധി അവന് സമ്പാദിക്കാം. ഹലാലായ മാർഗത്തിൽ ഇത്രയേ സമ്പാദിക്കാവൂ എന്ന് ഇസ്ലാം ഒരു പരിധി നിശ്ചയിച്ചിട്ടില്ല. അൽ മാലും അൽ ബനൂനും അങ്ങനെ തന്നെയാണ്. ഹലാലായ മാർഗത്തിലാണെങ്കിൽ അതിന് പരിധിയില്ല. എത്രയാണോ ഒരാൾക്ക് തൻ്റെ കഴിവനുസരിച്ച് ഒരു ബിസിനസ്സുകാരനാവാനും അല്ലെങ്കിൽ കൂടുതൽ സമ്പാദിക്കുന്നവനാകാനും സംരംഭകനാകാനും അത്തരം കമ്പനികൾ നടത്താനൊക്കെയുള്ള കപ്പാസിറ്റിയുള്ള ആളുകൾ ആ രൂപത്തിൽ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഇനി പ്രധാനമായി പറയാനുള്ളത്, ഒരാൾ തൻ്റെ ജോലി ചെയ്യവേ എന്നാണോ അവൻ ജോലി ചെയ്ത് തുടങ്ങുന്നത്, ആ ജോലിയിൽ നിന്നും അവന് കിട്ടുന്ന വരുമാനം എത്ര കുറവായാലും എത്ര കൂടുതലായാലും അതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ 1-ാം തീയതി മുതൽ തന്നെ അവൻ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. പറയാറുള്ളത് 18 വയസ്സുള്ള ഒരു ആൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, അനുവദനീയമായ രൂപത്തിൽ ജോലിയോ കൂലിയോ അവൻ സമ്പാദിക്കുന്നത് എത്ര ചെറിയ എമൗണ്ട് ആയാലും ശരി, അവൻ്റെ വയസ്സിനനുസരിച്ചുള്ള ശതമാനം അവൻ നിക്ഷേപിക്കണമെന്നാണ്. ഇസ്ലാമിക നിർബന്ധമല്ല, അതിൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 20 വയസ്സുള്ളവൻ തൻ്റെ വരുമാനത്തിൻ്റെ 20% ഓരോ മാസവും നിക്ഷേപിക്കണം. നിർബന്ധമല്ല, ഞാനത് പറഞ്ഞു വരാം. അപ്പോൾ അങ്ങനെ ചെയ്യുക വഴി അവന് ക്രമപ്രവൃത്തമായി ഗ്രാജ്വലി അവൻ്റെ നിക്ഷേപം വർദ്ധിക്കും. അവനും അവൻ്റെ ബിസിനസ്സും അവൻ്റെ കൂലിയും വലുതാകുന്നതിനനുസരിച്ച് അവൻ നിക്ഷേപം കൂടി വരും. അതിലൊരു സംശയമുണ്ട്, എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്നാണ്. ബാങ്കിൽ നിക്ഷേപിക്കാവോ? ബാങ്കിൽ നിക്ഷേപിച്ചാൽ കിട്ടുക പലിശയാണ്, അധികമായി ലഭിക്കുക. അത് നമുക്ക് ഹറാമുമാണ്. അത് 7% ആയാലും 8% ആയാലും 1% ആയാലും അത് ഹറാമാണ്. അപ്പം ബാങ്കിൽ നിക്ഷേപിച്ചു കൂടാ. പിന്നെ എവിടെ നിക്ഷേപിക്കും? നമ്മുടെ വീട്ടിൽ വലിയ ഖജനാവിൽ നിക്ഷേപിക്കാവോ? അങ്ങനെ നിക്ഷേപിക്കാം. പക്ഷേ ഇന്ന് നമ്മൾ നിക്ഷേപിക്കുന്ന പൈസ അടുത്ത കൊല്ലം ആ പൈസയുടെ മൂല്യം അതാവുകയില്ല, കുറഞ്ഞു പോയിട്ടുണ്ടാവും. ഇന്ന് 100 രൂപക്ക് വാങ്ങുന്ന സാധനം അടുത്ത കൊല്ലം 100 രൂപക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പം നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചാൽ അതിൻ്റെ മൂല്യം കുറയുകയാണ് ചെയ്യുക. അത് കറൻസിയുടെ മൂല്യശോഷണം വരാതിരിക്കാനാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ നിക്ഷേപിക്കും? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ഇത്? ഒരു സാമ്പത്തിക സാക്ഷരത നമ്മൾ സ്വന്തവും നമ്മളെ മക്കളെയും നമ്മുടെ ചെറുപ്പക്കാരെ പ്രത്യേകിച്ചും ഇത് പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ പറയും അവിടെ പലിശ, ഇവിടെ പലിശ, PF-ൽ പലിശ, എല്ലാറ്റിലും പലിശ, അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയുമ്പം എന്ത് പാടുണ്ട് എന്നുകൂടി നമ്മൾ പഠിപ്പിക്കാനാണ് ഞാൻ ഈ പോയിന്റ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ ഫിനാൻസ് നമ്മൾ പഠിച്ചിട്ട് ഈ രൂപത്തിൽ നമ്മൾ നല്ല വളർച്ചയുള്ള, പലിശയുമായി ബന്ധപ്പെടാത്ത, ഇടപെടാത്ത, നല്ല മാനേജ്മെൻ്റുള്ള, വിശ്വസ്തരായ ആളുകൾ പ്രവർത്തിക്കുന്ന നല്ല ശരിയ കംപ്ലൈൻറ്റ്സ് ഇല്ലാത്ത നിരവധി കമ്പനികൾ ഇന്ന് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്. ശരിയ കംപ്ലൈൻറ്റ്സ് ഇല്ലാത്ത, ശരിയ കംപ്ലൈൻറ്റ്സ് ഉള്ളത് 5000 ആണെങ്കിൽ ശരിയ കംപ്ലൈൻറ്റ്സ് ഇല്ലാത്തത് 500 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം സംഗതികളിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ സ്വന്തമായി ഒരു വീട് പ്രശ്നമാണ്, സ്വന്തമായി ഒരു വാഹനം അത് പ്രശ്നമാണ്, അവിചാരിതമായി വന്ന ചികിത്സ അത് പ്രശ്നമാണ്. ഇതിനൊക്കെ നമ്മൾ വിശ്വാസികളായ ആളുകൾ പോലും പലപ്പോഴും സന്നിഗ്ധമായ ഘട്ടങ്ങളിൽ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നു. ബാങ്ക് ആർക്കാണ് ലോൺ കൊടുക്കുക? ഒന്നുമില്ലാത്തവന് ബാങ്ക് ലോൺ കൊടുക്കുന്നില്ല. എന്തെങ്കിലും ക്യാപിറ്റലായി ഈട് കൊടുക്കുന്നവന് ബാങ്ക് ലോൺ കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മളടുത്തുള്ള ആകെ ക്യാപിറ്റൽ നമ്മുടെ വീടിൻ്റെ ആധാരമാണ്. അത് കൊണ്ടുപോയി പാവപ്പെട്ടവൻ ബാങ്കിൽ കൊടുക്കുന്നു. അതോടുകൂടി അവൻ കടക്കാരനാകുന്നു, അവൻ കൂടുതൽ ഇല്ലായ്മയിലേക്ക് പോകുന്നു, ഉള്ളവൻ കൂടുതൽ ഉള്ളവനായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം പലിശ പാടെ നിരോധിച്ചിരിക്കുന്നു. ഈ സാമ്പത്തിക അസന്തുലിതത്വം പാടില്ല, ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇല്ലാത്തവൻ എന്ന കൺസെപ്റ്റ് ഉണ്ടാവാതിരിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ, നമ്മൾ പറയുന്നത് പോലെ ചെറുപ്പം മുതലേ, തുടക്കം മുതലേ ഒരു നിക്ഷേപം എൻ്റെയും നിങ്ങളുടെയും അടുത്ത് ഉണ്ടെങ്കിൽ, അതും ഓരോ കൊല്ലവും 100, 110 ആകുന്ന രൂപത്തിലുള്ള നല്ല കമ്പനികളിലാണെങ്കിൽ, അത്തരം സന്ദർഭങ്ങളിൽ
നമുക്ക് ആരെയും ചോദിക്കാതെ ഒരു ബാങ്കിലും പോകാതെ നമുക്ക് ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് ഉതകുന്ന രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യണം. അതിന് ലക്ഷങ്ങൾ ഒന്നായിട്ട് കൊണ്ടുപോയി ഒരു കമ്പനിയിൽ കൊടുക്കണം എന്നല്ല. 10, 12, 100, 50, 500 എത്രയാണോ ചെറുപ്രായത്തിൽ തന്നെ ചെയ്യാൻ കഴിയുന്നത്, അതാണ് ഞാൻ ഗ്രാജ്വലി ക്രമപ്രബുദ്ധമായി അത് വളർത്തണം എന്ന് പറയാനുള്ള കാരണം അത്തരം സംരംഭങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ പ്രവർത്തകരിലുണ്ട്, അങ്ങനത്തെ ആളുകളുമുണ്ട്. അങ്ങനത്തെ ആളുകൾ അത്തരം സംരംഭങ്ങൾ ഉണ്ടാക്കുകയും പരമാവധി നമ്മളെ ആളുകളെ അതിൽ പാർട്ട്ണർമാരായി ചേർത്തുകയും ആ കമ്പനിയിൽ ചേർന്നവരെ സഹായിക്കണമെന്നും അവർക്ക് പുരോഗതി ഉണ്ടാകണമെന്നും കരുതുകയും അതിനുവേണ്ടി സത്യസന്ധമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ജീവിതശൈലി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ പാടെ മാറിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, വീടും അതുപോലുള്ള എല്ലാ സംഗതികളും, കല്യാണങ്ങൾ, വാഹനങ്ങൾ, എല്ലാറ്റിലും അങ്ങേയറ്റം സാമ്പത്തികമായ ചിലവുകൾ വരുന്ന കാലമാണ്. അപ്പം അത് ആരോടും വാങ്ങാതെ, ഒരു പലിശയും ഇടപെടിക്കാതെ, ഒരു കടവും വാങ്ങാതെ, കല്യാണത്തിന് പെട്ടിവെക്കാതെ എങ്ങനെ നടത്താൻ കഴിയൂ എന്നതിൻ്റെ ഉത്തരമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കുറച്ചൊക്കെ സമ്പത്തുള്ളവരായി അതാണ് നിനക്ക് ഖൈറ്. അവരെ അന്യരോട് ചോദിക്കുന്നവരായി, ഈ രൂപത്തിൽ ലോൺ എടുക്കുന്നവരായി ഉപേക്ഷിക്കുന്നവരെക്കാളും നല്ലത് അവർക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചേച്ച് അത്യാവശ്യമൊക്കെ ഉള്ളവരാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇട്ടേച്ച് പോകുന്നതാണ് നല്ലത്. അതിന് വലിയ പണക്കാരനാകണ്ട. ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ശ്രദ്ധിച്ചാൽ ആർക്കും അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയും എന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒരായത്തിൽ കൂടി കേൾപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 വചനങ്ങൾ കൂടിയുണ്ട്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കുലൂ വഅത്അമു വദ്ദഖിറു, തിന്നുക, കുടിക്കുക, സൂക്ഷിച്ചു വെക്കുക. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കുലൂ വദ്ദഖിറു വതസദ്ദഖു, തിന്നുക, കുടിക്കുക, സൂക്ഷിക്കുക, ദാനം ചെയ്യുക. ഞാൻ അധ്വാനിച്ച എൻ്റെ സമ്പത്തുകൾ 60-ാമത്തെ വയസ്സിൽ പെൻഷനൊക്കെ പറ്റി 60 വയസ്സുണ്ട്. ജോലി ഉള്ളവനാണെങ്കിൽ പെൻഷൻ കിട്ടും, ഉള്ളവനായിരുന്നെങ്കിൽ പെൻഷൻ കിട്ടും. ജോലി ഇല്ലാത്തവനായിരുന്നെങ്കിലോ അവൻ അധ്വാനിച്ച ഹലാലായ വളർച്ചയുള്ള വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു നിക്ഷേപം അവനുണ്ട്. വതസദ്ദഖു, അവന് ദാനം ചെയ്യാം. വഹാല അലൈഹിൽ ഹൗലു ആണെങ്കിലോ അതിനൊരു കൊല്ലം പൂർത്തിയായാൽ അതിന് സക്കാത്ത് കൊടുക്കാം. വലിയ പൈസക്കാരനാവണ്ട. ഞാനൊരു ആയത്ത് ഓതി നിർത്താം. വഅൻസൽനാ മിനസ്സമാഇ മഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ലഖാദിറൂൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്താണ്. അല്ലാഹു പറയാണ്, ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ മഴ വർഷിപ്പിക്കുന്നു ഭൂമിയിലേക്ക് ബിഖദരിൻ, ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫഅസ്കന്നാഹു, ആ പെയ്തിറങ്ങുന്ന മുഴുവൻ വെള്ളവും അങ്ങനെ ഒലിച്ചു കളയുന്നില്ല, ഒലിച്ചു പോകുന്നില്ല. അതിനെ ഭൂമിയിൽ അള്ളാഹു തടഞ്ഞു നിർത്തുന്നു. മനുഷ്യർക്ക്, മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, സസ്യലതാദികൾക്ക് ജീവിക്കാൻ ആവശ്യമായ രൂപത്തിൽ അള്ളാഹ് തടഞ്ഞു വെക്കുന്നു. വഇന്ന അലാ ദഹാബിൻ ലഖാദിറൂൻ, പൂർണ്ണമായി അത് ഒലിപ്പിച്ച് കളയാൻ പോക്കാൻ കഴിവുള്ളവനാണ് നാം, എന്നിട്ടും അത് സൂക്ഷിച്ചു വെക്കുന്നു. 100 കിട്ടിയാൽ 100 ചെലവാക്കാം, 200 കിട്ടിയാൽ 200 ചെലവാക്കാം, കടം വാങ്ങാൻ പുറമെ അല്ല. കുറച്ച് കരുതി വെച്ചാൽ, കുറച്ച് സൂക്ഷിച്ച് വെച്ചാൽ, ഈ രൂപത്തിൽ നമ്മളൊരു സാമ്പത്തിക ശാസ്ത്രം പഠിച്ചാൽ, ഒരു ഹിഫ്ളുൽ മാൽ നമ്മൾ പഠിച്ചാൽ അത് വലിയ പുരോഗതി നമുക്കുണ്ടാക്കും. നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ അധ്വാനിച്ചത് കൊണ്ട് ഈ ദുനിയാവും പരലോകവും നേടാൻ കഴിയും.
അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശുക്രാൻ.